نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. ആദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിലെ മതനിയമങ്ങൾ അത് നന്മയിലേക്ക് മാത്രമാണ് ക്ഷണിക്കുന്നത്. നേരായ മാർഗമാണ്, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയാണ്. അതേപോലെ തന്നെ ഇസ്ലാം തിന്മയെയും ഫിത്നകളെയും ഫസാദിനെയും ഒക്കെ വളരെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നു. ആമുഖമായി ഓതിവെച്ച ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, ഖുർആനെ നാം അറബിയിൽ ഇറക്കിയിരിക്കുന്നത്, അതേപോലെ തന്നെ വസറഫ്നാ ഫീഹി മിനൽ വഈദി ലഅല്ലഹും യത്തഖൂൻ, അതിൽ നിങ്ങൾക്ക് താക്കീത്, വിവിധ തരത്തിലുള്ള താക്കീതുകളെ നൽകിയത് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഔ യുഹ്ദിഥു ലഹും ദിക്റാ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബോധമുണ്ടാക്കുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്തേക്കാം. ഖുർആൻ അത് കൃത്യമായി നന്മയിലേക്കും നന്മയുടെ എല്ലാ ഭാഗങ്ങളെയും ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുകയും തിന്മയുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളെയും അതിൽ നിന്ന് ജനങ്ങളെ വിലക്കുകയും ചെയ്യുന്നു. സൂറത്തുൽ അഅറാഫിലെ 56-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, നിങ്ങളെ ഭൂമി നന്നാക്കിയതിനു ശേഷം, ഭൂമിയിൽ ഇസ്ലാഹ് ഉണ്ടായതിനു ശേഷം നിങ്ങൾ അതിന് ഫസാദിലാക്കരുത്. അല്ലാഹു തആല ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് അത് നന്മ ചെയ്യുന്നവരോട് അടുത്താകും.
അപ്പൊ ഫസാദ് ഉണ്ടാക്കരുത്, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അള്ളാഹു തആല കരുണ ചെയ്യുന്നവർ, നന്മ ചെയ്യുന്നവരാണ്, സ്വാലിഹീങ്ങളാണ്, മുഹ്സിനീങ്ങളാണ് എന്ന് അള്ളാഹു തആല പറയാം. ഇങ്ങനെ തിന്മയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അള്ളാഹുവിന്റെ അടുക്കൽ തിന്മ ചെയ്തവനായി കുറ്റവാളിയായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്ന ആൾക്ക് അള്ളാഹു തആല നൽകുന്നത് അവനുള്ള ഫലം ജഹന്നമാണ്. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവൻ അവിടെ ജീവിക്കുകയോ മരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ചാണെങ്കിലോ വമൻ യഅതിഹി മുഅ്മിനൻ, ആരെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ വിശ്വാസിയായിക്കൊണ്ട് മരണപ്പെട്ടെത്തിക്കഴിഞ്ഞാൽ ഖദ് അമില സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരായിട്ട് ഫഉലൈക ലഹും ദറജാത്തുൽ ഉലാ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമാണ് ഉള്ളത്. ഏറ്റവും നല്ല ഉന്നത സ്ഥാനങ്ങളാണ് അവർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഫസാദ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അശ്ശിർക്ക്, ശിർക്കാണ്. അതേപോലെ തന്നെ ബിദ്അത്തുകളാണ്, അത് അമലുകളുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ മറ്റു തിന്മകളും. എന്നാൽ ബിദ്അത്തിനെ ഇബ്ലീസിന് ഇഷ്ടമാണ്. കാരണം അവൻ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അതിൽ നിന്ന് തൗബ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല മറ്റുള്ള എല്ലാ ഫസാദുകളും, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫസാദ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് അത് ശിർക്കാണ്. അപ്പൊ ആ ശിർക്ക് അത് ഭൂമിയിൽ നിന്ന് ഒഴിവാക്കുക, ബിദ്അത്തുകളും തിന്മകളും ഭൂമിയിൽ നിന്ന് ഒഴിവാക്കുക. അതേ പ്രകാരം തന്നെ അതുമായി ബന്ധപ്പെട്ട ദുനിയാവിലുള്ള എല്ലാത്തരം ഫസാദുകളും എല്ലാത്തരം തിന്മകളും മനുഷ്യ സമൂഹത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ഏതൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, സമുദായത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, കൂട്ടുകുടുംബങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളെയൊക്കെ ഇസ്ലാം അതിനെ നിരാകരിക്കുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയ കാര്യമാണ്, ഏറ്റവും നല്ല ആൾ ഇങ്ങനെ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും നല്ലയാൾ സതകൂനു ഫിത്നൻ, ഫിത്നയുണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ആ ഫിത്നകളിൽ അൽ ഖായിദു ഫീഹാ ഖൈറുൻ മിനൽ ഖായിം, നിൽക്കുന്നവനേക്കാൾ, ആ ഫിത്നയിൽ നിൽക്കുന്നവനേക്കാൾ ഏറ്റവും ഖൈർ ഇരിക്കുന്നവനാണ്. വൽ ഖായിമു ഫീഹാ ഖൈറുൻ മിനൽ മാശി, ആ ഫിത്നയുമായി നടക്കുന്നവനേക്കാൾ ഏറ്റവും നല്ലവൻ ആരാണ്? അവൻ നിൽക്കുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വൽ മാശി ഫീഹാ ഖൈറുൻ മിനസ് സാഇ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവനേക്കാൾ, അതിനു വേണ്ടി ഓടി നടക്കുന്നവനേക്കാൾ ഉത്തമൻ ആരാ? നിൽക്കുന്നവനാണ്. വമൻ യുശ്രിഫ് ലഹാ തസ്തശ്രിഫുഹു, ആരെങ്കിലും അതിലേക്ക് എത്തി നോക്കിയാൽ, അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവന് ആ ഫിത്ന അതിജയിക്കും. അങ്ങനെയുള്ള ഫിത്നകളിലേക്ക് നമ്മൾ എത്തി നോക്കാതിരിക്കുക. ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതിലേക്ക് എത്തി നോക്കാതിരിക്കുക. മൻ യതതല്ല ഇലൈഹാ വയതഅറദ ലഹാ തഗ്ലിബുഹു വതുഹ്ലികുഹു, ആരെങ്കിലും അതിലേക്ക് എത്തി നോക്കിയാൽ എന്താണ് ഉണ്ടാകുക? തഗ്ലിബുഹു വതുഹ്ലികുഹു, ആ ഫിത്ന അവനെ അതിജയിക്കും, അത് അവനെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വമൻ വജദ മൽജഅൻ, ആർക്കെങ്കിലും ഒരു അഭയസ്ഥാനം ആ ഫിത്നയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഔ മആദൻ ഫൽയഉദ് ബിഹി, അല്ലെങ്കിൽ ഏതെങ്കിലും അഭയസ്ഥാനം, ഒളിത്താവളം കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതിലേക്ക് രക്ഷപ്പെട്ടുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതേപോലെ തന്നെ
നാട്ടിലെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തികൾ കേടാകുക എന്നുള്ള, വ്യക്തികൾ മോശമായി തീരുക എന്നുള്ളതാണ്. അത് നേതൃത്വമായിരിക്കാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിരിക്കാം, ആരായിരുന്നാലും അവർ നന്നായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നന്നാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു വ്യക്തി നന്നാകേണ്ടതിന്റെ പ്രാധാന്യം. ആ വ്യക്തി നന്നാകുന്നത് എങ്ങനെ? അവൻ മോശമായി കഴിഞ്ഞാൽ അവരെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും മോശമായി തീരും. അതിന് ഏറ്റവും നല്ലത് അവന്റെ ഹൃദയത്തെ നന്നാക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്അ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ മാംസകഷ്ണം എങ്ങാനും നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നന്നാവും. വഇദാ ഫസദത്, അതെങ്ങാനും മോശമായി കഴിഞ്ഞാൽ, ഫസാദിലായാൽ ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുവൻ മോശമായി തീരും. അതേ പ്രകാരം വ്യക്തികൾ നന്നായി കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾ നന്നാകുന്നു, കുടുംബങ്ങൾ നന്നായി കഴിഞ്ഞാൽ ആ സമുദായം നന്നാകുന്നു. അതുകൊണ്ട് ഓരോ വ്യക്തിയിലും ഇസ്ലാഹ് നടത്തേണ്ടതുണ്ട്. ഓരോ വ്യക്തിയും ഫസാദിൽ നിന്ന് മുക്തമാവേണ്ടതുണ്ട്. ഓരോരുത്തർക്കും അവനവന് കഴിയുന്ന നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു തആല ഇത്തരം ഫാസിദീങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. കുഴപ്പമുണ്ടാക്കുന്ന ഒരാളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. ആ കുഴപ്പങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ നോക്ക്, സൂറത്ത് ബഖറയിലെ 205-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അല്ലാഹു തആല ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല. എവിടെയും, സമൂഹത്തിൽ എവിടെയും അല്ലാഹു തആല ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, സൂറത്ത് മാഇദയിലെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അങ്ങനെ ഫസാദ് ഉണ്ടാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ട, നമ്മൾ ഏത് സ്ഥാനത്താണോ നമ്മൾ ജോലി ചെയ്യുന്നത്, അവിടെ ഫസാദ് ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മളൊരു നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ നേതൃത്വത്തിൽ നിന്ന് ഫസാദ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ ഒരു ജോലിയുടെ ഒരു മാനേജറാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഫസാദ് ഉണ്ടാക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അതേപോലെ തന്നെ അധികാരം ദുർവിനിയോഗം ചെയ്യരുത്. ഇസ്തിഗ്ലാലുൽ മൻസിബ് ലിതഹ്ഖീഖിൽ മുസ്മിന റിഷ്വ, അതേപോലെ തന്നെ അർറിഷ്വ, കൈക്കൂലി വാങ്ങുക. അതേപോലെ തന്നെ നമ്മുടെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അതിൽ ലഭിക്കുന്ന ഹദിയകൾ നമ്മൾ സ്വന്തമായിട്ട് വിനിയോഗിക്കുക. അതേപോലെ തന്നെ അൽ ഇസ്തിത്വാലത്തു അലൽ മാലിൽ ആം, പൊതു സമ്പത്ത് അത് വിനിയോഗിക്കുക നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയെ സക്കാത്ത് പിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ജോലിക്കാരനായി നിശ്ചയിച്ചു. ഇസ്തഅമല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ അലാ സ്വദഖാത്തി ബനി സുലൈം, ബനി സുലൈമിന്റെ ഗോത്രത്തിൽ നിന്ന് സ്വദഖ പിരിക്കുന്നവനായിട്ട് റസൂലുള്ളാഹി ഒരാളെ നിയോഗിച്ചു. അയാള് തിരിച്ചു വരുമ്പോ അയാൾ സക്കാത്ത് പിരിച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് ചില ഹദിയകൾ കൂടി ആളുകൾ കൊടുത്തു എന്നാണ് ബനു സുലൈം ഗോത്രക്കാരൻ. ഇത് കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, ഹാദാ ലക്കും, ഇത് നിങ്ങളുടെ സക്കാത്ത, വഹാദാ ലി, ബാക്കിയുള്ളത് എനിക്കുള്ളതാ, ഇത് ഹദിയയാണ്, അത് എന്റേതാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിട്ട് ثم خطبنا فحمد الله واثنى عليه ثم قال ما بعد فاني استعمل الرجل منكم على العمل مما ولاني الله فياتي فيقول هذا مالكم وهذا هدية أهديت لي أفلا جلس في بيت أبيه وأمي حتى تأتيه هديته والله لا يأخذ أحد منكم شيئا بغير حقه إلا لقي الله يحمله يوم القيامة. رسول الله صلى الله عليه وسلم ഇദ്ദേഹത്തെ സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് അയച്ചത്. സക്കാത്തിനോടൊപ്പം അദ്ദേഹത്തിന് ഹദിയയും കിട്ടി. അത് അദ്ദേഹത്തിന് വേണ്ടി എടുത്തു വെക്കുക. നമ്മളൊക്കെ ഒരു ജോലിയിലായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ചില ഹദിയകൾ അത് നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞുള്ള സംഗതികളെ പറ്റിയാ പറഞ്ഞത്. അത് പൊതുമുതലാണെങ്കിൽ പൊതുമുതലിൽ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട
ഏതെങ്കിലും പൊതുമുതൽ അത് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാന്റെ മുന്നിൽ നമ്മൾ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ബാക്കി പറയുന്നത് എന്താ? ആരെങ്കിലും അവന്റെ ഹക്കിൽ പെടാത്തത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, എടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയായിരിക്കും? യഹ്മിലുഹു യൗമൽ ഖിയാമ, ആ കാര്യങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് പരലോകത്തിൽ എത്തിച്ചേരേണ്ടി വരും. അതുകൊണ്ട് പൊതുമുതലുകൾ ഉപയോഗിക്കുന്നിടത്ത് കൃത്യമായ രൂപത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥരും അവരുടെ പ്രവർത്തനങ്ങൾ നീതി കാണിക്കേണ്ടതുണ്ട്. ചില ആളുകളുണ്ട്, അവരവരുടെ കുടുംബക്കാരെയും അവരുടെ അക്കാരിമുകളെയും മൻസിബിലേക്ക്, അവരുടെ ജോലികളിലേക്ക്, അടുത്തുള്ള ജോലികളിലേക്ക് എത്തിക്കുന്നത് ഏതുപോലെ? ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആളുകളെ എത്തിക്കുക. ഇതൊക്കെ നാട്ടിലെ ഫസാദ് ഉണ്ടാക്കലാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഫഇന്നഹു അൽ ഗഫൂറുർ റഹീം. الحمد لله حمدا حمدا والشكر لله شكرا شكرا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وأوصيكم ثانيا بتقوى الله. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് നാട്ടിൽ ഫസാദ് ഉണ്ടാകുമ്പോൾ ഇസ്ലാമികപരമായ രീതിയിൽ അതിനെ നമ്മൾ നേരിടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു തആല സൂറത്ത് ഹൂദിലെ 116-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, فلولا كان من القرون من قبلكم أولو بقية ينهون عن الفساد في الأرض إلا قليلا ممن أنجينا منهم. അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ആളുകളല്ലാതെ മുൻകഴിഞ്ഞ സമുദായക്കാരിൽ നിന്ന്, മുൻകഴിഞ്ഞ തലമുറകളിൽ നിന്ന് കുഴപ്പമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് നന്നാക്കുന്നവരായി, ജനങ്ങളെ വിരോധിക്കുന്നവരായിട്ട് അള്ളാഹ് രക്ഷപ്പെടുത്തിയ ആളുകളല്ലാതെ ഉണ്ടായിട്ടില്ല, അല്പം ആളുകളല്ലാതെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നാട്ടിൽ ഫസാദ് ഉണ്ടാകുമ്പോൾ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ അതിന് നേരെയാക്കാൻ. അതുകൊണ്ട് തന്നെ അതിന് നേരെയാക്കുന്നവരിൽ, ഇസ്ലാഹ് നടത്തുന്നവരിൽ നമ്മൾ ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഇന്നന്നാസ ഇദാ റഅഉൽ മുൻകറ ബൈനഹും ഫലം യുൻകിറൂഹു യൂഷികു അൻ യഉമ്മഹു അല്ലാഹു ബിഇഖാബി. റവാഹുൽ ബുഖാരി. ജനങ്ങളെ ഒരു മുൻകറിനെ, ഒരു തിന്മയെ, ഒരു കുഴപ്പത്തെ കണ്ടു കഴിഞ്ഞാൽ അതിനെ നിരോധിച്ചിട്ടില്ല എങ്കിൽ, അതിനെ വിരോധിച്ചിട്ടില്ല എങ്കിൽ അവര് കാത്തിരുന്നു കൊള്ളട്ടെ, അള്ളാന്റെ ശിക്ഷ അവരെ മൂടുന്നതിൽ നിന്ന് അള്ളാന്റെ ശിക്ഷ വരും. അല്ലാഹു തആല സൂറത്ത് ബഖറയിലെ 281-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലൗലാ ദഫഉല്ലാഹി الناس بعضهم ببعض لفسدت الارض ولكن الله ذو فضل على العالمين. അല്ലാഹു തആല ഞാനും ചിലരെ കൊണ്ട്, മനുഷ്യരിൽ ചിലരെ കൊണ്ട് തടുത്തിട്ടില്ല എങ്കിൽ ഭൂമി നാശമടയുമായിരുന്നു. അല്ലാഹു തആല ലോകരോട് ദയയുള്ളവനാണ്. അതുകൊണ്ട് നമ്മൾക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? തടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞതാണ്. കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, മുകളിലുള്ളവർക്ക് അവിടെ വെള്ളമുണ്ട്. كمثل قوم استحموا على سفينة فأصاب بعضهم أعلاها وبعضهم أسفلها فكان الذين في أسفلها إذا استقوا من الماء مروا على من فوقهم وقالوا لو أنا خرقنا في نصيبنا خرقا ولم نؤذي من فوقنا فإن يتركوهم وما أرادوا هلكوا جميعا. ഇതാണ് നമ്മൾ ഒരാളെ കൈപിടിച്ചിട്ടില്ല എങ്കിൽ, ഫിത്ന ഉണ്ടാകുമ്പോൾ ഒരാളെ കൈപിടിച്ചിട്ടില്ല എങ്കിൽ മുഴുവനായി നശിച്ചു. കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ വെള്ളം മുകളിലാണ്, കുടിക്കാൻ വേണ്ടി മുകളിലേക്ക് വെള്ളത്തിന് വേണ്ടി പോകാതെ താഴത്തുള്ള ഭാഗം ഓട്ടം തുളച്ചിട്ട്
അവിടുന്ന് വെള്ളം കുടിക്കാന്ന് ഒരാൾ പറഞ്ഞിട്ട് ആ കപ്പലിനെങ്ങാനും ഘോരമുണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മളയാളെ കൈ പിടിക്കുന്നില്ല എങ്കിൽ, ആ ഫസാദിൽ നിന്ന് അയാൾ തടയുന്നില്ല എങ്കിൽ മുഴുവൻ ആളുകളും കപ്പലോടെ മുങ്ങിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉദാഹരണം എന്തിനാ പറഞ്ഞു തരുന്നത്? നമ്മൾ ഇസ്ലാഹ് നടത്തിയിട്ടില്ല എങ്കിൽ അള്ളാന്റെ ഇഖാബ് വരും. അതുകൊണ്ട് ആ ഇഖാബിനെ സൂക്ഷിക്കണം. അതുകൊണ്ട് ആരെങ്കിലും തെറ്റിപ്പോയാൽ അതിനെ നന്നാക്കുക, അവരെ കൈപിടിക്കുക. ഫൽയുഗയ്യിർ ബിയദിഹി, അവൻ അവന്റെ കൈ കൊണ്ട് അത് തടയട്ടെ. ഔ ബിലിസാനി, അല്ലെങ്കിൽ നാവ് കൊണ്ട് തടയട്ടെ. കൈയുടെ രൂപത്തിൽ അവൻ അതിനെ തടയണം, ഇസ്ലാഹ് നടത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തുകയാണ്. അള്ളാഹു തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോലുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളിലും പുറത്തു മാപ്പാക്കി നൽകണം റഹ്മാനായ. അള്ളാഹുവെ, ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ എല്ലാവരുടെയും പാപങ്ങളിൽ പുറത്തു കൊടുക്കുകയും അവരെ ഞങ്ങളെയും ഖബർ ശിക്ഷയിൽ നിന്ന് നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യണം റഹ്മാനായ നാഥ. അള്ളാഹുവെ, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്ത ആളുകൾ, മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു സഹോദരി, അതേപോലെ തന്നെ ഒരു സഹോദരൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ ഖബർ ജീവിതം ഖൈറാക്കി മാറ്റുമാറാവട്ടെ. സ്വർഗത്തിൽ നിന്ന് വാതിലുകൾ തുറക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അവരെ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. اللهم انصر إخوان المسلمين في كل مكان، اللهم انصر إخوان المسلمين في كل مكان، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصرهم نصرا كاملا، اللهم انصرهم نصرا كاملا. اللهم عليك باليهود، اللهم عليك باليهود، اللهم شتت شملهم وفرق جمعهم، اللهم أرنا فيهم عجائب قدرتك، اللهم أرنا فيهم عجائب قدرتك. اللهم وفق أميرنا وولي عهده لهداك، واجعل عملهما في رضاك، وألبسهما ثوب الصحة والعافية والإيمان يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين.